പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. മുടന്തന് സൗഖ്യം കൊടുക്കുന്ന ഭാഗമാണത്. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാൾ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഈ വചനഭാഗത്തെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കാം. വചനത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ദൈവമാതാവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ആഴത്തിൽ ഈ വചനത്തിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും നൽകണമേ എന്ന് ആഗ്രഹിക്കാം. യേശുവിനെ കൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വചനഭാഗത്തിലൂടെ ചിന്തിക്കുന്നത്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭിക്ഷയാചിക്കുന്ന ഒരാളെ കാണുന്ന രംഗമാണല്ലോ നമ്മൾ വായിച്ചത്. അതിൽ ആദ്യത്തെ ഭാഗത്ത് പത്രോസും യോഹന്നാനും തങ്ങളോട് ഭിക്ഷയാചിക്കുന്ന ഈ മുടന്തനെ സൂക്ഷിച്ചു നോക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. യേശുവിനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ഇന്ന് പലരും ഈ ഒരു ഭാഗം അവഗണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സൂക്ഷ്മത നല്ല അയൽക്കാരൻ്റെ ലക്ഷണമാണ്. നമുക്കറിയാം, നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ പരിക്കേറ്റ് കിടന്ന ആ വ്യക്തിയെ അവഗണിച്ചു പോയവരാണ് ലേവായനും പുരോഹിതനും. എന്നാൽ ആ പരിക്കേറ്റ് കിടന്ന വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു വന്ന് പരിചരിച്ച് നല്ലൊരു അയൽക്കാരനായത് നല്ല സമരിയക്കാരനാണ്. ലൂക്കായുടെ സുവിശേഷം 10:33. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺമുമ്പിൽ ഉള്ളവരെ നമ്മൾ നോക്കണം. യേശുവിനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ, നോക്കുക എന്ന് പറയുന്ന വാക്ക് ഒബ്സർവ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ അതിനെ പറയുക. നമ്മുടെ കൺമുമ്പിലുള്ളവയെ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് നോക്കണമെന്ന് സഭാപ്രസംഗൻ്റെ പുസ്തകം 5:1 പറയുകയാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മത ഉള്ളവനായിരിക്കുക. ഈ ഒരു സൂക്ഷ്മത നമ്മളെ ഏൽപ്പിച്ച ആളുകളോട് നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ അടുത്ത് നിൽക്കുന്നവരും നമ്മൾ കാണുന്നവരുമായിട്ടുള്ളൊരു സൂക്ഷ്മത. പലപ്പോഴും നമ്മൾ ഇതെൻ്റെ കാര്യമല്ല, ഇതെന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ ഒരു കടന്നുപോക്ക് എന്നിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അയൽക്കാരൻ്റെ ആവശ്യങ്ങളെ അവഗണിച്ച് എനിക്ക് ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ യേശുവിലേക്ക് അടുക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് തിമോത്തിയോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5:8 അധ്യായം 8-ാം തിരുവചനം, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോടടുത്ത് നിൽക്കുന്നവർ പറയാതെ പറയുന്നത് ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിക്കണം. നല്ല ഇടയനാണ് നമ്മുടെ ഗുരുവായ യേശു ക്രിസ്തു.
ആടുകളെ അറിയുന്നവനാണ്. യോഹന്നാൻ 10:15. അതുപോലെ എൻ്റെ മുമ്പിലുള്ളവരെ ഞാൻ കാണുവാറുണ്ടോ, അറിയാൻ ശ്രമിക്കാറുണ്ടോ? നമ്മളെല്ലാവരും നമുക്കറിയാം, കാര്യസ്ഥന്മാരാണ്. എന്നെ ഭരമേൽപ്പിച്ചതിനെ ഞാൻ അറിയണം, നോക്കണം. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും അവനെ സൂക്ഷിച്ചു നോക്കി അവനെ മനസ്സിലാക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 1 ലേഖനത്തിൻ്റെ 4:20 പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മളിൽ യേശുവിനെ കൊടുക്കുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യപടി എന്നുള്ളത് സൂക്ഷ്മതയുള്ളവനായിരിക്കുക, അറിയുക എന്നുള്ളതാണ്. സൂക്ഷ്മത എന്ന് പറയുന്ന അറിയുക, നമ്മുടെ കൂടെയുള്ളവർ, നമ്മൾ കാണുന്നവരെ അറിയുക, അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുക. രണ്ടാമത്, പത്രോസും യോഹന്നാനും ഈ മുടന്തനോട് പറയുകയാണ്, ഞങ്ങളുടെ നേരെ നോക്കുക, ഞങ്ങളുടെ നേരെ നോക്കുക. എന്താണ് ഈ ഞങ്ങളുടെ നേരെ നോക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി ഇതുവരെ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കണം മുഖത്ത് ആ വ്യക്തി നോക്കാത്തത്? ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ഭിക്ഷയാചിക്കുന്നത് കൊണ്ട് വന്നിരിക്കുന്ന ഒരു അപകർഷത മൂലമായിരിക്കാം. ഒരു കുന്നോളം അപകർഷത കൊണ്ട് മൂടിയ ഒരു ഹൃദയമായതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ആരുടെയും മുഖത്ത് നോക്കാത്തത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മനോഭാവം നമുക്കൊന്ന് തിരിച്ചറിയാം. മത്തായിയുടെ സുവിശേഷം 14:14 യേശു കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. നമ്മുടെ മുമ്പിൽ ഉള്ളവർ പലപ്പോഴും ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് പ്രത്യാശ കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമുക്കറിയാം, ആരും കാണാത്ത അല്ലെങ്കിൽ അസമയത്ത് വെള്ളം കോരാൻ വന്ന സമരിയാക്കാരിയുടെ അടുത്തേക്ക് കടന്നു ചെന്ന് പ്രത്യാശ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4:10 പരിചയപ്പെടാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക് പ്രത്യാശ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. 40 വർഷമായിട്ട് ഈ വ്യക്തി ആ ദേവാലയ വാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. എന്നാൽ ആർക്കും ഒരു പ്രത്യാശ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആരും ഒരുപക്ഷെ അവനോട് സംസാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അവിടെയാണ് പത്രോസും യോഹന്നാനും അവനോട് പറയുന്നത്, ഞങ്ങളുടെ നേരെ നോക്കുക. ഇന്ന് ഞാനും നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ ദേവാലയത്തിന് പുറത്തുള്ളവർ അനവധിയാണ്. കുറച്ചു പേർ മാത്രമാണ് ദൈവീക കാര്യങ്ങളിലേക്ക് വരുന്നതും ദൈവാനുഭവം കിട്ടുന്നതും. എന്നാൽ ദേവാലയത്തിന് പുറത്തുള്ളവർ അനവധിയാണ്. സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി ലോകമാകുന്ന സുന്ദര കവാടത്തിൽ നിൽക്കുന്നവരാണ് അധികം പേരും. അവർക്ക് യഥാർത്ഥ ധനം ആര് കൊടുക്കും? പ്രിയപ്പെട്ടവരെ, അത് കൊടുക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. ബറൂക്കിൻ്റെ പുസ്തകത്തിൽ 2:18 കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവരും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതി പ്രഘോഷിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, തളർന്നവനായ, ക്ഷീണിച്ചവനായ ആളുകളെ പ്രത്യാശ കൊടുത്ത് ഉയർത്തുവാനുള്ളൊരു വിളി, യേശുവിനെ കൊടുക്കാനുള്ളത്. നമുക്കറിയാം, യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ അവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത്, അവരുടെ പ്രശ്നത്തിൽ നിന്ന് അവരെ കരകയറ്റുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശ എനിക്കും നിങ്ങൾക്കും കൊടുക്കാനായിട്ട് സാധിക്കണം. മൂന്നാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ പത്രോസും യോഹന്നാനും ഈ മുടന്തുള്ള വ്യക്തിയോട് പ്രഘോഷിക്കുകയാണ്, സുവിശേഷം പ്രഘോഷിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിൽ ഇല്ല,
എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. നമുക്കറിയാം, ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളവനായ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നാമം ആവശ്യമുള്ളവർ ഒത്തിരി പേരാണ് നമ്മുടെ ഇടയിലുള്ളത്. പ്രത്യാശയുടെ ഈ നാമം, രക്ഷിക്കുന്ന ഈ നാമം, കൃപയുടെ ഈ നാമം ആവശ്യമുള്ളവർ അനവധിയാണ്. അവർക്ക് കൊടുക്കാനായിട്ട് ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കണം. മാമോദീസായിലൂടെ നമുക്കതിനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. നമുക്കതിനുള്ള വലിയ ഉത്തരവാദിത്വം കിട്ടിയിട്ടുണ്ട്. യേശുവിനെ കൊടുക്കുക. ഇന്ന് പലരും പറയും, ഐ ആം നോട്ട് എ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ. എങ്ങനെ നമുക്കത് പറയാൻ സാധിക്കും? ഒരു ക്രിസ്ത്യാനി ആയിരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? 1 യോഹന്നാൻ അതിൻ്റെ 2:6 പറയുന്നു, അവൻ നടന്ന അതേ വഴിയിലൂടെ നമ്മളും നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന വില നമ്മളെ അത്ഭുതപ്പെടുത്തണം. അവർക്ക് കിട്ടുന്ന തിരസ്കരണങ്ങൾ, അവർക്ക് കിട്ടുന്ന നഷ്ടങ്ങൾ, അതൊന്നും പരിഗണിക്കാതെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിനെ അറിഞ്ഞ അക്രൈസ്തവർ കൊടുക്കുന്ന വില ഓരോ ക്രിസ്ത്യാനിക്കും പാഠമാകേണ്ടതാണ്. നമ്മുടെ കൺമുമ്പിൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ എന്നോടും നിങ്ങളോടും പറയുകയാണ്, 2 കൊരിന്തോസ് അതിൻ്റെ 13:5 പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ച് അറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി വിജയം വരിക്കേണ്ടവനാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് അവൻ തരുന്ന എല്ലാം സ്വീകരിച്ചുകൊണ്ട് വിജയം വിജയത്തിൻ്റെ കിരീടം പ്രാപിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. നമ്മൾ തിരിച്ചറിയണം, എനിക്കും നിങ്ങൾക്കും ആ ഒരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു ഈ ലോകത്തിലുള്ള എല്ലാവരേക്കാളും വലിയവനാണ്. ആ വലിയവനായ ക്രിസ്തുവിനെ, എല്ലാറ്റിനും മതിയായ ക്രിസ്തുവിനെ ഞാൻ പങ്കുവയ്ക്കണം. നമ്മുടെ കർത്താവ് തൻ്റെ ശരീരം വാഴ്ത്തി വിഭജിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവൻ. പങ്കുവയ്ക്കാത്തവനെ ക്രിസ്ത്യാനി എന്ന് പറയാവോ? ഇത്രയേറെ വലിയൊരു അനുഭവം കിട്ടിയിട്ട്, സൗജന്യമായിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു ദാനത്തെ എന്തുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നില്ല? അതുകൊണ്ടാണ് പൗലോസ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. 1 കൊരിന്തോസ് 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നെങ്കിലോ അത് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, കടമയായ സുവിശേഷം അല്ലെങ്കിൽ കടമയായ എൻ്റെ ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കണം. യേശുവിനെ കൊടുക്കണം. എൻ്റെ മുമ്പിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട, ക്ഷീണിച്ച, ദുഃഖമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഓരോരുത്തരിലേക്കും ഈ യേശുവിനെ കൊടുക്കണം. യേശു നാമത്തിൻ്റെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കണം. ഈ നാമത്തെ നമ്മൾ പ്രഘോഷിക്കണം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, അപ്പസ്തോല പ്രവർത്തനം 3:16, ഈ മുടന്തന് സൗഖ്യം കൊടുത്തതിന് ശേഷം അവിടെ കൂടിയ അത്ഭുതത്തോടെ അവന് ചുറ്റും കൂടിയ ജനത്തോട് പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ഓരോരുത്തരെയും ദൈവവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 4:12, ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
സകല ജനത്തിനും വേണ്ടുന്ന ഒരു നാമമാണ്. ഞാൻ പ്രഘോഷിച്ചില്ലെങ്കിൽ, ഒരു ക്രിസ്ത്യാനി ഇത് കൊടുത്തില്ലെങ്കിൽ മറ്റാര് ഇത് കൊടുക്കും? നമ്മൾ പലരും ചോദിക്കും, ഞാൻ ആർക്ക് കൊടുക്കും, എവിടെ കൊടുക്കും, എങ്ങനെ കൊടുക്കും? പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വരുന്ന ഓരോരുത്തരും ഒരു പോസിബിലിറ്റിയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ പ്രഘോഷിക്കാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയും ഓരോ നിമിഷങ്ങളും അത് വലിയൊരു പോസിബിലിറ്റി ആയിട്ട് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:35 പറയുന്നത്, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകമാകുന്ന വയൽ പാകമായിട്ട് കിടക്കുകയാണ്. ഇനി എൻ്റെ ദൗത്യമാണ് ഈ കൊയ്ത്തിൽ ഞാൻ പങ്കാളിയാകണം. മടി പിടിച്ച് മാറി നിൽക്കാനായിട്ട് പാടില്ല. നമ്മൾ ഉണർവോടെ ഉണർന്നെഴുന്നേറ്റ് എനിക്ക് കിട്ടിയ ഈ അനുഭവത്തെ പങ്കുവയ്ക്കണം. അനവധി പേർ ഇനിയും ഇത് അറിയാനുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ ഇത് ചെയ്യുമ്പോൾ, നീ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ മതി, നിന്നെ ഏൽപ്പിച്ചത് മാത്രം മതി. നീ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ, മത്തായി 10:42 വീണ്ടും നമ്മളോട് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് ഉറപ്പുള്ളതാണ്, കർത്താവ് എന്നും നമ്മുടെ കൂടെയുണ്ട്. അവൻ തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ പ്രതിഫലം കൊടുത്തിരിക്കും. ഭൗതികവും ആത്മീയവുമായ പ്രതിഫലം ഓരോ വ്യക്തിക്കും കൊടുത്തിരിക്കും. 4ാമത്തെ തലമാണ് യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 4ാമത്തെ തലം, പത്രോസും യോഹന്നാനും ഈ മുടന്തുള്ള വ്യക്തിയെ വലത്ത് കൈക്ക് പിടിച്ച്, പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച്, അപ്പസ്തോല പ്രവർത്തനം 3:7 അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അക്കമ്പനിമെൻ്റ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അവരെ അക്കമ്പനി ചെയ്യണം. അവരെ വിശ്വാസത്തിൽ പടുത്തുയർത്തണം, വിശ്വാസത്തിൽ ബലപ്പെടുത്തണം. പുതിയതായിട്ട് വിശ്വാസം സ്വീകരിച്ചവരെ, പുതിയതായി യേശുവിനെ അറിഞ്ഞവരെ നമ്മൾ ബലപ്പെടുത്തണം. അതുകൊണ്ടാണ് റോമ 15:1 പറയുന്നത്, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കണം, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു കൈ സഹായം, നമ്മളുടെ ഒരു കൈ പ്രാർത്ഥന ഈ വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. ഓരോ വ്യക്തികളും നമ്മളിലേക്ക് അടുക്കുമ്പോൾ, ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ ഓരോ സഹായവും സഹകരണവും ആവശ്യമാണെന്ന് കർത്താവ് ഇവിടെ എന്നോടും നിങ്ങളോടും പറയുകയാണ്. കാരണം എൻ്റെ ദൈവം തളർന്നവന് ബലം കൊടുക്കുന്നവനാണ്, ദുർബലന് ശക്തി പകരുന്നവനാണ്. അതുകൊണ്ട് ദുർബലരെ മാറ്റി നിർത്താതെ, തളർന്നവനെ മാറ്റി നിർത്താതെ, അവൻ്റെ കൈ പിടിച്ച് പത്രോസ് ചെയ്തതുപോലെ വലത്ത് കൈക്ക് പിടിച്ച് അവനെ ഉയർപ്പിച്ചപ്പോൾ അവൻ്റെ കണങ്കാലുകൾ ശക്തി പ്രാപിച്ചു. പാദങ്ങളും കണങ്കാലുകളും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ വിശ്വാസത്തെ സ്വീകരിച്ചവർ, ക്രിസ്ത്യാനികളല്ലാത്ത മറ്റു പലരും ഈ വിശ്വാസത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലയോ ക്രിസ്ത്യാനി, യു ആർ വെരി സെൽഫിഷ്. ക്രിസ്ത്യാനി, നീ ഒരു സ്വാർത്ഥനാണ്. എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? അതിൻ്റെ കാരണം ഇതാണ്, ഈ ക്രിസ്തുവിനെ നേരത്തെ അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തില്ല. നമ്മുടെ കൂടെ ആയിരുന്നിട്ടും ഈ വലിയ ശക്തിയെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഈ സന്തോഷത്തിൻ്റെ സത്വാർത്തയെ ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ക്രിസ്ത്യാനി, യു ആർ സെൽഫിഷ്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, എനിക്കുള്ളത് ഞാൻ തരുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ ഈ അനന്തമായ ശക്തിയുണ്ട്. ദൈവനാമത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലുണ്ട്. ഈ ശക്തിയെ നമ്മൾ പ്രഘോഷിക്കണം, പകർന്നു കൊടുക്കണം. പകർന്നു കൊടുക്കും തോറും അത് വർദ്ധിക്കുകയും ചെയ്യും. അതിനുള്ളൊരു കൃപ നമ്മളിലേക്ക് ദൈവം ചൊരിയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു നാമത്തിൽ ചോദിച്ച്
ഈ ഒരു ശക്തി പ്രാപിച്ച് നമ്മുടെ കൺമുമ്പിലുള്ള സഹോദരങ്ങളെ, ഇതാവശ്യമുള്ളവരെ നമ്മൾ ബലപ്പെടുത്തുക തന്നെ വേണം. കാരണം കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അപ്പസ്തോല പ്രവർത്തനം 2:47 നമുക്ക് കാണാം. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ഞാനിത് സ്വാർത്ഥത കൂടാതെ, ഞാനിത് ധൈര്യത്തോടെ എൻ്റെ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ വ്യക്തിയും രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് തൻ്റെ ഗണത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, ദൈവത്തെ അറിയാതിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, ദൈവവചനത്തിൽ കേട്ടിട്ടുള്ളതുപോലെ നമ്മുടെ നിരവധിയായ പാപങ്ങൾ അവിടെ ക്ഷമിക്കപ്പെടുന്നു. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അനായാസം പ്രവേശിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി അധ്വാനിക്കാതെ, പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ ശരീരത്തിനോ രക്തത്തിനോ 1 കൊറിന്തോസ് 15:50 ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ല. അതുകൊണ്ട് അനശ്വരമായിട്ടുള്ള ഈ ഒരു ദൈവിക അനുഭവത്തെ ചേർത്ത് പിടിച്ച് അത് കൊടുക്കുവാനായിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അവിടെ പുതിയതായിട്ട് വരുന്ന മക്കളെ നമ്മൾ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് 2:3 മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതണം. പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ കൊടുക്കാനായിട്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസ്ലീഹ ഇന്ന് എന്നോട് പറഞ്ഞതുപോലെ മനസ്സിലാക്കിക്കൊണ്ട്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, മറിച്ച് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ തരുന്നു. 4 തലങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഇത് കൊടുക്കുവാനായിട്ട് സാധിക്കും. സൂക്ഷ്മതയോടെ നോക്കുക, കൈപിടിച്ചുയർത്തുക, പ്രത്യാശ കൊടുത്ത് ഓരോ മക്കളെയും ഉയർത്തുക. വീണ്ടും യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ കൺമുൻപിലുള്ളവരോട് പ്രഘോഷിക്കുക. ഇത് കിട്ടിയ അനുഭവം എപ്പോഴും നമ്മൾ അത് കൂടെ കൊണ്ട് നടക്കുക. അത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ ബലപ്പെടുത്തുന്ന രീതിയിൽ ആകണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയൊരു കൃപ, ഈ ഒരു വലിയൊരു ശക്തി എന്നിലും നിങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ യേശു ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കാനായിട്ട് അത് വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട്, നമ്മുടെ കൺമുമ്പിലുള്ള ഓരോ മക്കളിലേക്കും എൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വലിയ ഒരു നന്മ കണ്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.